വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കുറച്ച് നാളായി ഒരു ഹോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നൊരു സ്റ്റുഡിയോ ഹോൾ ചെയ്യാൻ. ഇത് ശരിക്കും ഒരു അൺപ്ലാൻഡ് വീഡിയോ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റുഡിയോയില് ചുമ്മാ ഒരു ജീൻസ് മേടിക്കാമെന്ന് വിചാരിച്ചു പോയതാണ്. കേറി കഴിഞ്ഞപ്പോ ജീൻസ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും മേടിച്ചെന്ന് പറഞ്ഞ പോലെ ദ ബില്ലുമായിട്ടാണ്. ചെറിയ ബില്ലാണ്, എന്നാലും കുറെ ലൊട്ടിലൊടുക്ക് സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഞാൻ പൊതുവെ ഇങ്ങനെ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ കുറെ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പൊതുവെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതലും ഗ്രോസറി ഷോപ്പിങ്ങിനാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച സ്ഥിതിക്ക് ഞാൻ കാണിച്ചു തരാന്ന് വിചാരിച്ചു. ഇതിലെല്ലാം സ്റ്റുഡിയോ ഫൈൻസ് അണ്ടർ 200 ആണ്. മാക്സിമം 199 ആണ് ഇതിൽ വരുന്ന എല്ലാത്തിന്റെയും റേറ്റ് കേട്ടോ. പിന്നെ ഞാൻ ജീൻസ് മേടിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ ജീൻസ് മേടിച്ചു. അത് പിന്നെയാണ് മേടിച്ചത്. അത് ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോ ഓരോ സാധനങ്ങളായിട്ട് ലെറ്റ്സ് സീ. ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇതിനെന്താ ഹെഡ് ബാൻഡ് ആണ്. ഓക്കെ, ഹെഡ് ബാൻഡ് ആണ്. ഇതിന് 99 രൂപയാണ് ആയത്. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല സാധനമാണ്. ഇതിപ്പോ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹെഡ് ബാൻഡ് വെച്ച് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്നത് നിൽക്കും. എനിക്ക് പൊതുവെ ഈ വെട്ടിയിട്ട മുടിയുള്ളത് കാരണം എനിക്കിത് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ചെറിയൊരു കോൾഡ് ഉണ്ട്, അതിന്റെയാണ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത്. താക്കൊരു ടിഷ്യൂ തരൂ. അടുത്ത സംഭവം എന്ന് പറയുന്നത് വെറ്റ് വൈപ്സ് ആണ്. സ്റ്റുഡിയോന്റെ വെറ്റ് വൈപ്സ് പൊതുവെ ഞാൻ മേടിക്കാറുണ്ട്. നല്ല സാധനമാണ്. മുന്നേ ഞാൻ വെറ്റ് വൈപ്സ് മേടിക്കാറുള്ളത് ലുലുവില് ഹൈപ്പർ മാർക്കറ്റിന്റെ സൈഡിൽ ഒരു കടയുണ്ടായിരുന്നു. ഇപ്പൊ ആ കട അവിടെ ഇല്ല, ലുലു. അപ്പോ ആ കടയിൽ നിന്ന് ഒരു 100 ആണെന്ന് തോന്നുന്നു വെറ്റ് വൈപ്സിന്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ബ്രാൻഡ് ഞാൻ സത്യത്തിൽ മറന്നുപോയി. അത് നല്ല അടിപൊളി വെറ്റ് വൈപ്സ് ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് വെറ്റ് വൈപ്സ് ഭയങ്കര നീഡഡ് ആണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മൾ വെറ്റ് വൈപ്സ് മേടിച്ച് വെക്കും. തക്കുവിന് അലർജി ഉള്ള കാരണം വെറ്റ് വൈപ്സ് എപ്പോഴും അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഒരു ചെറുതും ഒരു വലുതും. അതിലെ ഇത് എന്ന് പറയുന്നത് ജസ്റ്റ് വെറ്റ് വൈപ്സ്. ഇത് മേക്കപ്പ് റിമൂവർ ആണ്, വെറ്റ് വൈപ്സിന്റെ തന്നെ. ഓക്കെ, അപ്പൊ ഇതിനും 30 രൂപ. ഐ മീൻ 30 അല്ല, 29. ഇതും 29. അടുത്തതെന്ന് പറയുന്നത് ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ഇതും ഞാൻ സ്റ്റുഡിയോന്റെ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. അതും അത്യാവശ്യം ബ്യൂട്ടി ബ്ലെൻഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പോയൊരു 3 മാസം. ഇത് കുറച്ചധികം പ്രൊഡക്ട്സ് ഒന്നും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തോരം കഴുകിയാലും അതൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇതുപോലെ ഇത് 79 ആണ്, 79 രൂപ. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും മേടിച്ച് യൂസ് ചെയ്യുക. അതിന്റെ ഒരു പരിധി കഴിഞ്ഞു മനസ്സിലാവുമ്പോൾ അടുത്തത് വാങ്ങാം. അതും കോട്ടൺ പാഡ് ആണ്. മേക്കപ്പ് റിമൂവിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന് 79 രൂപ. ഇതും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റുഡിയോന്ന്. നല്ലതാണ്. പക്ഷെ ആ കൂടെയുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി മേക്കപ്പ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഈ കോട്ടൺ പാഡ് തീരും. അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നെ പോലെയുള്ള വല്ലപ്പോഴൊക്കെ മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ടൺ പാഡ് തീരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പൊ ഒരു പകുതിയൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരെണ്ണം എടുക്കുമ്പോൾ അത് ചിലപ്പോൾ 2 എണ്ണമൊക്കെ എടുക്കും. ആ നടുക്കുന്ന് ഇങ്ങനെ പിന്നിങ്ങനെ വരും. ആ ഒരു കുഴപ്പം ഞാൻ കണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ നല്ല സാധനമാണ്. യൂസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. ആകെ 79 രൂപയുള്ളൂ. സോ യൂസ് ചെയ്യുന്നത് കൊണ്ട്, ഐ മീൻ വാങ്ങിക്കുന്നത് കൊണ്ട് തെറ്റില്ല. നല്ല സാധനമാണ്. ബേസിക്കലി കുറെ നാൾ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. ഇനി കാണിച്ചതൊക്കെ എല്ലാം ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ട് ഞാൻ റീപർച്ചേസ് ചെയ്തതാണ്. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മേടിച്ചതാണ്. ഫസ്റ്റ് വന്നാണ് ഈ ലിപ് പ്ലംപ് അല്ലെങ്കിൽ ലിപ് ഗ്ലോസ്. ലിപ് ഗ്ലോസ് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോന്ന് മേടിക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ഓക്കെ, ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലേ. ഇതിന് 149 ആണ്. 149 ഏകദേശം ഒരു 8 മില്ലി ആണ് ഇത് ക്വാണ്ടിറ്റി ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോ റേറ്റിന് കുഴപ്പമില്ല എന്നേ പറയാനുള്ളൂ. ഭയങ്കര നല്ല ലിപ് ഗ്ലോസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആദ്യമായിട്ട് സ്റ്റുഡിയോന്ന് ട്രൈ ചെയ്യുന്നതാണ് ഈ ബോഡി മിസ്റ്റ്. പൊതുവേ ഞാൻ ബോഡി മിസ്റ്റ് ആകെ കൂടി ബാത്ത് ആൻഡ് ബോഡി വൈസിന്റെയാണ് മേടിക്കാറ്. അതിന്റെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോ എന്റെ മിസ്റ്റ് വീട്ടിൽ വെച്ച് മറന്നു. അപ്പൊ പിന്നെ യൂസ് ചെയ്യാനൊന്നുമില്ലല്ലോ, ഓഫീസിൽ പോണ്ടേ. നമുക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബോഡി മിസ്റ്റ് മേടിച്ചത്. ഇതിന്റെ ഒരു എന്ത് സ്മെല്ലാണെന്നാണ് ഇപ്പൊ പറഞ്ഞുതരാം. ഇതിന്റെ റേറ്റും 199 ആണ്. ഇത് അത്യാവശ്യം ഒരു ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലാണ്. കുഴപ്പമില്ല. അതായത് ഇതും
ബോഡി മിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ സ്മെല്ല് റിലേറ്റഡ് ആയതുകൊണ്ട് ഓരോരുത്തർക്ക് അനുസരിച്ച് ഡിഫറെന്റ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. 199 അത്യാവശ്യം നല്ല സാധനമാണ്. ഓക്കെ, എനിക്ക് അത്യാവശ്യം ഇതിന്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല സാധനമാണ്. അടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിൽ ഈ സാധനം കാണുന്നത്. ഇതും 199 തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഇതും 199 തന്നെയാണ്. ഇതൊരു കോംബോ പാക്ക് ആണ്. ഇതിലൊരു ലിപ് സ്ക്രബ് ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. ഒരു മിനി ലിപ്സ്റ്റിക് ആണ്. ഞാൻ കാണിച്ചു തരാം. ഇത് വാട്ടർമെലൺ ഫ്ലേവർ ആണ്. ഇതിന്റെ ബ്ലൂബെറി ഫ്ലേവറും ഉണ്ടായിരുന്നു. ഇത് ലിപ് സ്ക്രബ്, ഇത് ലിപ് ബാം, ഇത് ലിപ്സ്റ്റിക്, എല്ലാം കൂടി 199 അല്ലേ? 199 എല്ലാം. ഇത് മറ്റേ പിങ്ക് വാട്ടർമെലൺ ഫ്ലേവർ ആയതുകൊണ്ട് ലിപ്സ്റ്റിക് സാധാ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്, ചെറുത് മിനി വെർഷൻ. ഇതിലെ ലിപ് സ്ക്രബിന്റെ പണി അത്ര എടുക്കുന്നില്ല, പക്ഷെ ലിപ് ബാം നല്ലതാ. ശരിക്കും നല്ല ലിപ് ബാം ആണ്. ഒരു ടിൻറ്റഡ് ലിപ് ബാം അല്ല, ഇത് കാണുമ്പോൾ ടിൻറ്റഡ് ലിപ് ബാം തോന്നുന്നു, കളർ തോന്നിക്കുന്നുണ്ടെങ്കിലും ടിൻറ്റഡ് ലിപ് ബാം അല്ല. നല്ല ലിപ് ബാം ആണ്, നല്ല സ്മെല്ലാണ്. ഒരു വാട്ടർമെലന്റെ സ്മെല്ലുണ്ട്. ബ്ലൂബെറിയുടെ അവിടെ കണ്ടായിരുന്നു. ഞാൻ ഇത് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മേടിച്ചതാണ്. അപ്പോൾ ഈ സാധനം അത്ര വർത്ത് മണി അല്ല, പക്ഷേ 199 ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഇതിപ്പോ വെറുതെ കൗതുകത്തിന് മേടിക്കാമെന്നല്ലാതെ യൂസിനായിട്ട് മേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ബില്ലി ഞാൻ നിന്നപ്പോ മേടിച്ച സാധനമാണ്. സോക്സ് ആണ്. 49 ആംഗിൾ ലെങ്ത് പോലത്തെ സോക്സ് ആണ്. 49 rupees. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പിന്നെ ജീൻസ് മേടിക്കാനാണല്ലോ പോയത്. എന്നിട്ട് നമ്മൾ പിന്നെ പോയി മേടിച്ച ജീൻസ് ആണിത്. ഇത് 999 999 രൂപ. ലൂസ് ഫിറ്റ് ജീൻസ് ആണ്. ഒരു ലൂസ് ഫിറ്റ് ജീൻസ് ആണ്. 999 രൂപ. ഇങ്ങനെ പോക്കറ്റ് ഒക്കെ ആയിട്ട് സ്ക്രാച്ച് ഒക്കെ. അപ്പൊ മൊത്തം ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത്. ആൻഡ് ഇതിന്റെ റേറ്റ് വന്നത് 1910 ഈ ഒരു ഇത്രയും സാധനങ്ങൾ മേടിക്കാനായിട്ട്. ആൻഡ് ഇപ്പോ നിങ്ങളും ഇതിലേതെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ പറയാ. വേറെ എന്തെങ്കിലും സ്റ്റുഡിയോന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറഞ്ഞാൽ എനിക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വീഡിയോസ് ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അപ്പൊ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയാ. ആൻഡ് എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ എന്താണെങ്കിലും കമന്റ്സിൽ പറയാ. ഇനിയിപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ടും തെറ്റൊന്നുമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ